ഇതാണ് കോൺകോർഡ് സൂപ്പർ ജെറ്റ്. ലോകത്ത് ഇന്ന് വരെ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഏറ്റവും വേഗതയേറിയ യാത്രാ വിമാനം. ശബ്ദത്തേക്കാൾ ഇരട്ടി വേഗതയിൽ, അതായത് ഏകദേശം മാക് 2.04 വരെ വേഗത കൈവരിക്കാൻ ഇരട്ടി കഴിയുമായിരുന്നു. ബ്രിട്ടനും ഫ്രാൻസും ചേർന്നാണ് ഈ വിമാനം 1969 നിർമ്മിച്ചത്. ന്യൂയോർക്കിൽ നിന്ന് ലണ്ടനിലെത്താൻ ഈ വിമാനത്തിന് അന്ന് എടുത്തിരുന്നത് ഏകദേശം 3.5 മണിക്കൂർ മാത്രമായിരുന്നു. ഇന്നത്തെ ഏറ്റവും വേഗതയേറിയ വിമാനത്തിന് 8 മണിക്കൂറിലേറെ എടുക്കും. ഇത്രയേറെ വേഗത കൈവരിക്കാൻ കഴിഞ്ഞിട്ടും ഈ വിമാനത്തിന്റെ സർവീസ് 2003 നിർത്തുകയായിരുന്നു. ഈ വിമാനത്തിന്റെ ഡിസൈൻ ആയിരുന്നു ഇതിന് കാരണം. സൂപ്പർസോണിക് ജെറ്റായി ഡിസൈൻ ചെയ്യപ്പെട്ട ഇവയ്ക്ക് പറക്കുമ്പോൾ വലിയ ശബ്ദമായിരുന്നു. മാത്രമല്ല, വലിയ വേഗത കൈവരിക്കാൻ കഴിയുമായിരുന്നെങ്കിലും ഇവയുടെ എഞ്ചിനുകൾക്ക് തീരെ ഇന്ധനക്ഷമത ഉണ്ടായിരുന്നില്ല. ഇത്ര വലിയ വിമാനമായിരുന്നിട്ട് കൂടി വെറും 128 യാത്രക്കാരെ മാത്രമായിരുന്നു ഇവയ്ക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞിരുന്നത്. മാത്രമല്ല, 2000 കോങ്കോർഡിനുണ്ടായ ഒരു വലിയ അപകടവും ഈ വിമാനത്തിന്റെ സർവീസ് നിർത്തിവെക്കാൻ കാരണമായി.